തലസ്ഥാനത്ത് CPI നേതാവിന്റെ വീട് തകർത്ത CPI നെയ്യാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറി സനലിന്റെ വീടിന് നേരെയാണ് CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. തിരുവനന്തപുരം പാർലമെന്റ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ബൂത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംഘർഷം. വിശദാംശങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ, ഏതായാലും CPM-ഉം CPI-യും തമ്മിലുള്ള പോരിന് തലസ്ഥാനത്ത് ഒരു കുറവുമില്ല അല്ലേ? ഇപ്പോൾ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലും ഇരുവരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വിനോദ. തീർച്ചയായും രാജീവ്, നമ്മൾക്കറിയാം തലസ്ഥാന ജില്ലയിൽ കാലങ്ങളായി CPI-ക്കാണ് ലോക്സഭാ സീറ്റ് നൽകുന്നത്. അതുകൊണ്ട് CPM പ്രവർത്തകരൊക്കെ തന്നെ അസ്വസ്ഥരാണ്. കൃത്യമായ പ്രചാരണങ്ങളോ ഒന്നും അവർ മുമ്പോട്ട് നടത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPI സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് CPI പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പന്ന്യൻ രവീന്ദ്രന്റെ ബൂത്ത് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 14-നാണ് അവിടെ ഒരു തർക്കം രൂപപ്പെടുന്നത്. അതായത് അവിടെ കെട്ടുന്ന ബൂത്ത് ഷീറ്റ് കൊണ്ട് കെട്ടണോ അതോ ഷാമിയാന ഉപയോഗിച്ച് കെട്ടണോ എന്നതിനെ സംബന്ധിച്ച് CPI നേതാക്കൾ തമ്മിൽ, ബ്രാഞ്ച് തലത്തിലുള്ള നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടാകുകയായിരുന്നു. അവിടെ വെച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ബൂത്ത് ഓഫീസ് അവർക്ക് കെട്ടാൻ കഴിഞ്ഞില്ല. ആ തർക്കത്തെ തുടർന്ന് അവിടുന്ന് അവർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഇന്ന് CPI ബ്രാഞ്ച് സെക്രട്ടറി സനലിന്റെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. ആ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാൻ തകർക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. എന്തായാലും CPM-ഉം CPI-യും കടുത്ത വിഭാഗ്യത നിലനിൽക്കുന്നു. അവർ സംഘർഷത്തിലേക്ക് തന്നെ എത്തുന്നു. പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണ പരിപാടികളിൽ CPM പങ്കെടുക്കുന്നില്ല എന്നുള്ള വ്യാപകമായ ആക്ഷേപം CPI-ക്കുണ്ട്. കാരണം തിരുവനന്തപുരത്തെ പല മേഖലയിലും CPI-ക്ക് കൃത്യമായ പ്രവർത്തനമോ ബ്രാഞ്ചോ ഒന്നും തന്നെ ഇല്ല. അവിടെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ CPM-ന്റെ സഹായം വേണം. പക്ഷേ CPM-ന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും അവരുടെ ചുമതലയിൽ ഉള്ളവരൊക്കെ തന്നെ ആറ്റിങ്ങലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് CPI നേതാക്കളോട് അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം ആറ്റിങ്ങലിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V. ജോയിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് CPM-ന്റെ മുഴുവൻ ശക്തിയും അവർ ആറ്റിങ്ങലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് തിരുവനന്തപുരം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാൻ ആളില്ല. പ്രത്യേകിച്ചും CPM പ്രവർത്തകർ ഇല്ലാതെ വരുമ്പോൾ CPI-ക്ക് മാത്രമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മറ്റ് ഘടകകക്ഷികൾക്ക് ഇവിടെ അത്ര സ്വാധീനവുമില്ല. കേരള കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ NCP ആവട്ടെ, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗമാവട്ടെ, അവർക്കൊന്നും കാര്യമായ പ്രവർത്തകർ ഇവിടെ ഇല്ല. CPM തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തനം നടത്തണം. പക്ഷേ അവരുടെ പ്രവർത്തകരെല്ലാം ആറ്റിങ്ങലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ CPI-ക്ക് പരാതിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ നെയ്യാറ്റിൻകരയിലെ സംഘർഷം, പ്രചാരണത്തിൽ CPM പിന്നോട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വികാരം കൂടിയുണ്ട്. എന്തായാലും അവിടെ കയ്യാങ്കളിയിലേക്ക്, അവർ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസിൽ പരാതി നൽകാൻ CPI മുന്നോട്ട് വന്നെങ്കിലും CPM-ന്റെ ജില്ലാ നേതാക്കൾ ഇടപെട്ട് പരാതി കൊടുക്കാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ താഴെ തലത്തിൽ CPM-ഉം CPI-യും കടുത്ത വിഭാഗീയതയും അവർ തമ്മിലുള്ള മാനസിക ഐക്യ ഇല്ലായ്മയും നിലനിൽക്കുന്നുണ്ട്. രാജീവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും CPM-ഉം CPI-യും ഏറ്റുമുട്ടലിൽ തന്നെയാണ്. നെയ്യാറ്റിൻകരയിലാണ് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.